ഹായ് ഇറ്റ്സ് മീ മിത്ര ബർഗർ. നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് റെസ്റ്റോറന്റുകളിൽ ഒരുപാട് പുഴു കണ്ടുവന്നുകൊണ്ട് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. റെസ്റ്റോറന്റിലെ ഫുഡിനകത്ത് ബർഗറിൽ അതുപോലെ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പുഴുവിനെ കണ്ടുവന്നുകൊണ്ട് ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വെജിറ്റബിൾ നിന്നാണ് പുഴു വരുന്നത്. ഒരിക്കലും ബർഗറിന്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ജീവനുള്ള പുഴുവിനെ കിട്ടില്ല. അപ്പോ അതെങ്ങനെ സംഭവിക്കുന്നുണ്ട്? ലെത്തൂസ് ഇതുപോലെ സാധനങ്ങൾക്കാണ് കൂടുതലായിട്ട് പുഴു വരുന്നത്. വെജിറ്റബിൾസ്, അതായത് കുക്കുംബർ, അതുപോലെ തന്നെ ടൊമാറ്റോ, ഇതുപോലെ ലെത്തൂസ്. അപ്പൊ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പുഴുക്കളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആദ്യം മാസ്ക് നിർബന്ധമാണ്, മാസ്ക് ഉപയോഗിക്കും. സോ രണ്ടാമത് ഗ്ലൗസ് നിർബന്ധമാണ്. സോ മാസ്ക് വെച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാസ്ക് ഞാൻ കുറച്ച് വായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്ലൗസ് നിർബന്ധമാണ്, ഗ്ലൗസ് ഉപയോഗിക്കുക. പക്ഷെ ഇതിങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐസ്ബർഗ് ലത്തൂസ് കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ആദ്യം കട്ട് ചെയ്യുക. നേരെ കേബേജൊക്കെ മുറിക്കുന്ന പോലെ തന്നെ നേരെ സെൻറ്റർ കട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ നടുപകുതി വെക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആ ബാക്കി ഭാഗം ഒരു നടുപകുതി കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ചെയ്യുന്ന ഭാഗം, അതായത് ആവശ്യമില്ലാത്ത വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ തണ്ട് ഭാഗം, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അതെല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ, ഇപ്പോൾ ബാക്കിയുള്ള വേസ്റ്റ് ഭാഗമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല ലീഫിൻ്റെ സെൻറ്റർ വീണ്ടും കട്ട് ചെയ്യുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് വയ്ക്കുക. വേസ്റ്റായിട്ട് കിടക്കുന്ന എക്സസൈസ് നിൽക്കുന്ന എല്ലാതും നമ്മളെടുത്ത് മാറ്റുക. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെയാണ് പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ജീവനുള്ള പുഴുക്കളൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് കടകളിൽ. ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് പുഴുക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ ഐസിൻ്റെ ക്യൂബ് ഇടുക. ഓക്കെ, അപ്പോൾ വെള്ളം വേണം അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. കാരണം പേപ്പർ എടുക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ക്യൂബ് നമ്മുടെ കടയിലുണ്ടായിരിക്കും. അപ്പോൾ ക്യൂബ് ട്രേന്ന് എടുക്കുക. ഒരു 6-7 പീസ് ഇട്ടാൽ മതി ക്യൂബ്. അപ്പോൾ വെള്ളം എടുക്കുക, ആവശ്യത്തിന് വെള്ളം എടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കഴുകാനുള്ള ആവശ്യം വെള്ളം എത്രയാണോ അത്രയും ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഇത് കുറച്ച് വെള്ളം തണുക്കാൻ, അതായത് നമുക്കറിയാം ഒരു 6-7 ക്യൂബോ 7-8 ക്യൂബ് ഇടാം. ഇട്ടതിന് ശേഷം ഇത് ഇട്ട് വെച്ചാൽ മാത്രം മതി, തനിയെ അത് ഐസൊക്കെ അലിഞ്ഞോളും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കട്ട് ചെയ്ത് വെച്ച പീസുകൾ പേപ്പർ പോലെ എടുക്കാൻ പറ്റും. ആ നടുഭാഗത്തുള്ള മാത്രം കുറച്ച് റിസ്ക് ഉണ്ടാവും എടുക്കാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് പേപ്പർ പോരുന്ന പോലെ പോരും. വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഐസ് വെള്ളത്തിലാണ് ഇടാൻ. ഓക്കെ, കാരണം ഐസ് വെള്ളത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഐസ് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ലീഫാണല്ലോ, അപ്പോൾ ലീഫ് പെട്ടെന്ന് വാടാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വെള്ളത്തിന് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മീനൊക്കെ സാധാരണ പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വെള്ളത്തിലിടില്ല, നമ്മുടെ വെള്ളത്തിൽ കൊണ്ടുപോയിടില്ല. ആ കവർ, അതായത് ആ കവറോട് കൂടി തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട്, അതായത് മീനെ കൊണ്ടുവന്ന വെള്ളവും നമ്മുടെ ടാങ്കിലെ ജലം കൂടി ഒരേ ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലേക്ക് മീനുകളെ പകർത്തുക, അല്ലേ? അതേപോലെ തന്നെയാണ് ഇത്. കാരണം എന്താ വെച്ചാൽ തണുത്ത വെള്ളമാണെങ്കിൽ ഈ ലീഫിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഈ ലീഫ് കേടുകൂടാതെ കുറേ നേരം ഇരിക്കും. അപ്പോൾ ഈ ലീഫ് നേരെ റിമൂവ് ചെയ്യുക. ഇതിന് ഐസ്ബർഗ് ലത്തൂസ് എന്നാണ് പറയുക. അതിങ്ങനെ റിമൂവ് ചെയ്യുക. സാധാരണ പേപ്പർ കിട്ടുന്ന പോലെ വളരെ ഈസി ആയിട്ട് കിട്ടും. അത് റിസ്ക് ഒന്നുമില്ല, കണ്ടോ? വളരെ ഈസി ആയിട്ട് കിട്ടും. ഇത് നേരെ എടുക്കുക, അതിനിടുക. സോ ഐസ് വെള്ളത്തിൽ നേരെ എടുക്കുക, ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? ഇത് കണ്ടോ, ത്രികോണ ആകൃതിയിൽ കിട്ടും. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഓരോന്നിനും ഷേപ്പ് നോക്കിക്കുക, ഈ ത്രികോണാകൃതിയിൽ കിട്ടും. അതാണ് സ്റ്റാൻഡേർഡ് കട്ടിങ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കട്ടിങ് എന്ന് പറയുന്നത് മക്ഡോണൾഡ്സിലും അതുപോലെ തന്നെ KFCയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലത്തൂസ് ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ത്രികോണാകൃതി കട്ട് ചെയ്ത് വരും. ഇവിടെ കട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ശരിക്കും ഇൻ്റർനാഷണൽ കട്ടിങ് എന്ന് പറയുന്നത് ഇതുപോലെ ത്രികോണ ആകൃതിയിലാണ് കറക്റ്റായിട്ട് ലത്തൂസ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ബർഗറിനുള്ളിൽ. കുറേ ബർഗർ പല ആളുകളും പല ലത്തൂസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നേരെ ഇടുക, എല്ലാതും ഇതുപോലെ തന്നെ ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കണ്ടോ, പേപ്പർ കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ടോ? വളരെ ഈസി ആയിട്ട് കിട്ടും. ഇതിൽ റിസ്ക് ഉള്ള പരിപാടി അല്ലത്. ഇതുപോലെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇത് ഇളക്കുക, നന്നായിട്ട് ഇളക്കി
ഇത് വാലാൻ വെക്കുക എന്ന് പറയും. നമ്മൾ വാലാൻ വെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് നന്നായിട്ട് വല്ലാണ്ട് അമർത്തൊന്നും വേണ്ട, പ്രസ് ചെയ്യുന്നും വേണ്ട, വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ പുഴുക്കളോ ചെറിയ ബാക്ടീരിയ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയ പുഴുക്കൾ എന്താ പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് ഇത് വളർന്ന് വലുതാവും. ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് വലുതാവും. അതാണ് ഈ പുഴുക്കളുടെ പ്രത്യേകത. അപ്പോൾ ഈ പുഴുക്കൾ ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കസ്റ്റമർ കൊടുക്കുമ്പോഴേക്കും ഒരു പുഴു വലുതായിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ അരിപ്പയിലോ അല്ലെങ്കിൽ വെള്ളം വാന്നു പോകുന്ന പാത്രം എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എടുത്തിട്ട് വെക്കുക. ഇത് ഓരോന്ന് റിലീസാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ചെറിയ അണുക്കൾ, ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെള്ളത്തിലേക്ക് സ്പ്രെഡായിട്ട് അത് ചാവാനുള്ള സാധ്യതയുണ്ട്. ചാവില്ല എങ്കിൽ കൂടി കുറേയൊക്കെ റിമൂവ് ചെയ്താൽ വെള്ളത്തിലേക്ക് പോകും. ഇത് നമ്മൾ എടുക്കുക, അതിനുശേഷം ഇത് വാലാൻ വെക്കുക. അങ്ങനെ വാലാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളമൊക്കെ അങ്ങനെ വാന്നു പോകാന്ന് പറഞ്ഞാൽ മനസ്സിലായി, റിലീസാവും. അതിനുശേഷം ഈ സംഭവം നേരെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വളരെ ഈസി പ്രോസസ്സിങ് ആണത്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല ഇതിനകത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലത്തൂസിന് കേട് കൂടാണ്ട്, പുഴുക്കളൊന്നും ഇല്ലാതെ കേട് കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമറിന് സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കട്ട് ചെയ്തുള്ള ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു പീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പുഴുക്കളോ ചെറിയ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റുകൾ ഇതുപോലെ പുഴുക്കളൊക്കെ വരുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി വെജിറ്റബിൾസ്, ബാക്കി എല്ലാ വെജിറ്റബിൾസും ഓണിയൻ അതുപോലെ തന്നെ ടൊമാറ്റോ അതെല്ലാം അങ്ങനെ നീറ്റായിട്ട് കട്ട് ചെയ്യാം, റൗണ്ടായിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലുണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഫുഡിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസിലും ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.